ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണ് എഫക്റ്റീവായ രീതിയിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടായതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ചെറു ചൂടോടെ വേണം കേട്ടോ നമ്മളിത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കാച്ചിയ എണ്ണയാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏതാണോ എണ്ണ തലയിൽ ഇടുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഹെയർ ഓയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ കളഞ്ഞു കൊടുക്കാം. കെട്ട് കളയുന്നതിന് വേണ്ടി മുകളിൽ നിന്ന് തന്നെ ചീവി തുടങ്ങരുത് കേട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് ചീവി തുടങ്ങിയാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ കാരണമാവും കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പില്ലേ അവിടെ നിന്ന് വേണം നമ്മൾ കെട്ട് കളയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് രണ്ട് സൈഡിലെയും കെട്ടൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ ഓയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യേണ്ടത് ചെറിയ ചെറിയ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഓയിൽ കുറേശ്ശെ അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ആവാൻ അത് സഹായിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിലെടുത്ത് നമ്മുടെ കയ്യിൽ ആക്കി നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ എൻഡ്സിൽ, അതായത് നമ്മുടെ ഹെയർ ടിപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ഹെയറിൻ്റെ ടിപ്സിലൊക്കെ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തലയുടെ നെറുകിൽ കൂടെ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാജ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് കേട്ടോ മസാജ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ നല്ല പതിയെ വേണം കേട്ടോ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പതിയെ നമ്മുടെ തലയ്ക്കൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് പോലെ മെല്ലെ മെല്ലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷനിൽ കൂടെ നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുടി ഒന്ന് കുറച്ച് നേരം ടൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 ഹവറോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കോമ്പ് വെച്ചിട്ട് നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്നത് പോലെ നമുക്ക് പതിയെ ഒന്ന് ചീവി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ രീതിയിലൊക്കെയാണ് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് വഴി നമ്മുടെ ഹെയറിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് എഫക്റ്റീവ് ആവും കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. കണ്ടീഷണർ എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ ഇല്ലാതാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.